ശ്രീ ജോബ് മൈക്കിൾ, ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി. സാർ, ചങ്ങനാശ്ശേരി റവന്യൂ ടവർ 6 നിലകളിൽ പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടമാണ് സാർ. 26 സർക്കാർ ഓഫീസുകളും അതിൽ തന്നെ താലൂക്ക് ഓഫീസും ട്രഷറി ഉൾപ്പെടെയുള്ള ഓഫീസുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 120ഓളം സ്വകാര്യ സ്ഥാപനങ്ങളുമാണ് ഈ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. ദിവസേന 1000-ലധികം ആളുകൾ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന റവന്യൂ ടവറിലെ ലിഫ്റ്റുകളൊന്നും പ്രവർത്തിക്കാത്തതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടുണ്ടാകുകയാണ് സാർ. ഈ കെട്ടിടത്തിലെ ലിഫ്റ്റിനായിട്ടുള്ള 5 ഡക്കുകൾ ഉണ്ട്. അതിൽ 3 ലിഫ്റ്റുകൾ മാത്രമാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഒരു ലിഫ്റ്റ് ആളുകൾ കുടുങ്ങിയപ്പോൾ ഫയർഫോഴ്സ് എത്തി ഡോർ പൊളിച്ചു നീക്കിയാണ് ആളുകളെ രക്ഷിച്ചത്. തുടർന്ന് നാളിതുവരെയായിട്ടും ഈ ലിഫ്റ്റ് പ്രവർത്തനക്ഷമമായിട്ടില്ല. മറ്റൊരു ലിഫ്റ്റ് 2025 ജനുവരി മാസം മുതൽ പ്രവർത്തിക്കുന്നില്ല. ഈ ലിഫ്റ്റിൻ്റെ തകരാർ പരിഹരിക്കുന്നതിന് കരാറുകാരൻ ആവശ്യപ്പെട്ടിട്ടും നടപടി സ്വീകരിച്ചിട്ടില്ല. ബാക്കി പ്രവർത്തനക്ഷമമാകാതിരിക്കുന്ന ഒരു ലിഫ്റ്റ് നിരന്തരമായ വിവേകം മൂലം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തകരാറിലാകാണ്. സാർ, അടിയന്തരമായി ഇടപെട്ട് ഈ ചങ്ങനാശ്ശേരി റവന്യൂ ടവറിലെ ലിഫ്റ്റുകളുടെ പ്രവർത്തനം 5 ഡക്കിലും ലിഫ്റ്റുകൾ പ്രവർത്തിക്കുന്ന രീതിയിൽ ക്രമീകരിക്കണമെന്നുള്ളതാണ് സാർ ഈ സബ്മിഷനോട് ഞാൻ ആവശ്യപ്പെടുന്നത്. പ്രധാനപ്പെട്ട അംഗം പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യമായതുകൊണ്ട് അത് ഞാൻ വീണ്ടും പറയുന്നില്ല. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നം, അംഗം പറയാതെ പോയ പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ചങ്ങനാശ്ശേരി റവന്യൂ ടവറിൽ പ്രവർത്തിക്കുന്ന കാര്യാലയങ്ങളിൽ നിന്ന് 216.29 ലക്ഷം രൂപ സർക്കാരിൻ്റെയും 46.46 ലക്ഷം രൂപ സ്വകാര്യ സ്ഥാപനങ്ങളുടെയും കുടിശ്ശിക ബോർഡിന് കിട്ടാനുണ്ട്. സാർ, ബോർഡിന് ലഭിക്കേണ്ട വാടക കൃത്യമായി ലഭിക്കാത്തതിനാൽ അറ്റകുറ്റപ്പണികൾ, ലിഫ്റ്റ് മാറ്റി സ്ഥാപിക്കൽ, നിലവിലുള്ള ലിഫ്റ്റിൻ്റെ AMC പുതുക്കി നൽകൽ എന്നിവ യഥാസമയം ചെയ്യാൻ ബോർഡിനെ കൊണ്ട് ഇപ്പോൾ സാധ്യമാകുന്നില്ല. ഫണ്ടിൻ്റെ അപര്യാപ്തതയാണ് ലിഫ്റ്റുകൾ സ്ഥാപിച്ച് പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം. ഞാൻ ബഹുമാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അംഗത്തിൻ്റെ കൂടി സഹായം സ്വീകരിച്ചുകൊണ്ട് ഇതൊന്ന് സമാഹരിക്കാനായാൽ ഏറ്റവും പെട്ടെന്ന് ഈ നടപടികൾക്ക് ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം കാണും.